അമ്പലപ്പുഴയിൽ മത്സരത്തിനൊരുങ്ങി ജി സുധാകരൻ. പ്രഖ്യാപനം ഇന്നുണ്ടാവും. മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. ഒടുവിൽ അക്കാര്യത്തിൽ തീരുമാനമായി. CPM നേതാവ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നാവും ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. പൊതു സ്വതന്ത്രനായി മത്സരിക്കാനാണ് സുധാകരന്റെ തീരുമാനം. സംഘടനകൾക്ക് തന്നോട് അനുഭാവമുണ്ടെങ്കിൽ പിന്തുണയ്ക്കാമെന്ന നിലപാടാണ് സുധാകരൻ സ്വീകരിക്കുക. സുധാകരൻ മത്സരരംഗത്തിറങ്ങുകയാണെങ്കിൽ പിന്തുണയ്ക്കാനാണ് UDFന്റെ തീരുമാനം. UDF അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥി നിർത്താൻ സാധ്യതയില്ല. ഇതോടെ ഇടതുപക്ഷവുമായി ആവും സുധാകരന്റെ മത്സരമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഇന്ന് ആലപ്പുഴയിൽ വിളിച്ചു ചേർത്തിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. CPMനെതിരായോ പാർട്ടി നേതാക്കൾക്കെതിരായോ ആക്ഷേപങ്ങളൊന്നും തന്നെ ഉന്നയിക്കാതെയാവും സുധാകരൻ വാർത്താ സമ്മേളനം നടത്തുക. ഇക്കാര്യം ഇന്നലെ സുധാകരനെ കാണാനെത്തിയ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് സുധാകരൻ ഉറപ്പു നൽകിയെന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ CPM എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. CPM സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ സുധാകരന് വിമത സ്ഥാനാർത്ഥിയുടെ പരിവേഷമുണ്ടാകും. മറിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ CPM പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്രനാവും സുധാകരൻ. എന്നാൽ നിലവിലുള്ള MLA H സലാമിന് സീറ്റ് നിഷേധിക്കാൻ CPM തയ്യാറാകുമെന്ന് കരുതാനാകുന്നില്ല. സലാം ഉൾപ്പെടുന്ന പുതുതലമുറയിൽപ്പെട്ട CPM നേതൃത്വത്തിനെതിരെയാണ് ജി സുധാകരൻ നിലപാടെടുത്തിട്ടുള്ളത്. അമ്പലപ്പുഴയെ ഇടത് കോട്ടയാക്കി മാറ്റിയ സുധാകരന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മുഖവിലക്കടിക്കാതെ സുധാകരനെ ആരുമല്ലാതാക്കി മാറ്റിയ സലാം ഉൾപ്പെടെയുള്ള ഒരു സംഘം നേതാക്കളുടെ പ്രവർത്തികളാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിലെ ജനങ്ങൾ ആർക്കൊപ്പമാണെന്ന് തെളിയിക്കാനുള്ള അവസരമായാണ് സുധാകരൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അത് CPM സ്ഥാനാർത്ഥിയുടെ പരാജയം കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താതെ സുധാകരനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ CPMനും സുധാകരനും തമ്മിലാവും മത്സരം. CPMന്റെ പഴയ തലമുറയിൽപ്പെട്ട സഖാക്കളുടെ പിന്തുണ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് സുധാകരൻ. ഒപ്പം അമ്പലപ്പുഴയുടെ വികസന നായകൻ എന്ന നിലയിൽ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും വോട്ടുകളാകുമെന്ന് സുധാകരൻ പ്രതീക്ഷിക്കുന്നു. UDF വോട്ടുകൾ കൂടി വന്നു ചേർന്നാൽ വിജയം ഉറപ്പാണെന്ന കാര്യത്തിൽ സംശയമില്ല.